അണ്ണാ ഞങ്ങൾക്ക് ലിവിംഗ് ടുഗദർ ഓക്കെയാണ്, അത് ഓക്കെയാണോ? എന്റെ റൂം തുറന്ന ഒരാളും വരരുതേ. എനിക്കൊരു ഡാഡി പോയി. അലീനയുടെ റിയൽ ലൈഫ് ഹസ്ബൻഡ് ആണ് ഡാഡി ആയിട്ട് ക്യാരക്ടറായിട്ട് വന്നത്. എന്താണ് ഇറങ്ങിയത്? പറയാനുണ്ടോ എന്തേലും? എന്താണ് കൊല്ലാൻ പോണെന്ന്? പെട്രോൾ അടിക്കുവാടി വെയിറ്റ് ചന്ദ്ര, നിന്നെ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിരുന്നു നീ. നിങ്ങൾക്ക് നല്ല രീതിക്കാണ് നിന്നെ നോക്കിയത് നമ്മള്. നിനക്ക് എന്തിനേലും കുറവുണ്ടാക്കിയിട്ടുണ്ടോടാ ഞാൻ ഇത്രയും നാളെ? എന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂം ഞാൻ തന്നിട്ടുണ്ട്, അത് നിനക്ക് മാത്രം. പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ലിവിംഗ് ടുഗദർ ഓക്കെയാണ്, അത് ഓക്കെയാണോ? കയ്യെ ഒടിച്ച് കാല് ഒടിച്ച് മൂലക്കിടും, മനസ്സിലായോ? എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ എന്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കും. നിനക്ക് ഓക്കെയാണോ? എന്നാ ഞാൻ അണ്ണനെ വെക്കും, അണ്ണന് കുഴപ്പമുണ്ട? എടാ നിനക്ക് ഇതൊക്കെ തമാശയായിരിക്കോടാ. നിനക്ക് തമാശയായിരിക്കും. നിന്റെ വിചാരം എന്ത് ചന്ദ്ര? നമ്മള് തമാശക്ക് വേണ്ടി അവിടെ പോയിട്ട് തിരിച്ചു വന്നോ? ചന്ദ്ര നല്ല വിഷമമുണ്ട് ചന്ദ്ര, സീരിയസ്ലി ഞാൻ പറയൂ. ജോക്കി ആ കല്യാണത്തിനടുത്ത് ഇതിനടുത്ത് ഗോൾഡും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചു അയക്കുവാണേ. എല്ലാം തിരിച്ചയക്കി. എടാ ചന്ദ്ര, നിന്റെ വിചാരം എന്താ? നമ്മൾ തമാശക്ക് പറയുന്നത്, സീരിയസ് ആയിട്ട് സമയത്ത് ചെന്നിട്ട് നീ ഒരുമാതിരി, നീ എന്താണ് നിന്റെ വിചാരം? നമ്മൾ തമാശക്ക് നമ്മള് 2500 പേർക്ക് ഓർഡർ ചെയ്ത ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തേരാ. അണ്ണുവിന്റെ പിന്തുടർച്ചക്കാരനാവണം, എനിക്ക് പിൻഗാമി ആവണം അണ്ണുവിന്റെ. നിനക്ക് പണ്ടേ പിൻഗാമി ആവാൻ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്. അതെ, നമുക്ക് പെണ്ണ് കല്യാണം നമുക്ക് ശരിയാവില്ല നമ്മുടെ ഗ്യാങ്ങിന്. എനിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യണ്. നമ്മുടെ ഗ്യാങ് എന്ന് പറയുമ്പോ നമ്മുടെ ഗ്യാങ് ഒരു റിബൽ ഗ്യാങ് ആണ്. പാട്ടിടാനൊന്നും പറ്റത്തില്ലേ നമ്മുടെ ഗ്യാങ്ങിന്? പെണ്ണ് സെറ്റ് ആവൂലാണ്. ഒള്ളി ലൈവ് ബ്ലാസ്റ്റ്. ചന്ദ്ര സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറയട്ടെ. ചന്ദ്ര നിന്റെ വിചാരം എന്താ? നമ്മൾ അവിടെ പോയിട്ട് ഇൻസുലർ ആയിട്ട് വന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ടേ ഒരു ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ജോക്കി. അതെ, മുതുക്കി കൂടെ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഇടിച്ച് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് നടന്നിരുന്ന ഒരു കാലം. അന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ പേരിലും എനിക്കത് കണ്ട് സങ്കടമായതിൻ്റെ പേരിലും മാത്രമാണ് ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ എനിക്കും ജോക്കിയുടെയൊക്കെ വാക്കിനൊരു വില ഉണ്ടാവുമെന്ന്. അതില്ല ജോക്കി. എന്റെ റൂം തുറന്ന ഒരാളും വരരുതേ. എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ചുണ്ണിപ്പടയായിട്ട് ചെറുതായിട്ടൊന്ന് വരുത്ത കേട്ടാ. ചുമ്മാ ഇടിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു വണ്ടി. അപ്പൊ ഞാൻ വേറെ വണ്ടിയോട് പോയി ചോദിച്ചു. നിന്റെ കണ്ണിന് എന്താ പ്രശ്നം പറഞ്ഞ അവൻ പോണ ചുണ്ണിപ്പട. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നം ശരിയാക്കി തരാൻ ചോദിച്ചു. അപ്പൊ എന്തോ കൊണച്ച് ഞാൻ പറയാം പൊളിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എടുക്കുന്നത് പറഞ്ഞ് പേടിച്ചങ്ങ്. 3-4 പ്രാവശ്യം ഇടിച്ചോണ്ടാ ഞാൻ ചോദിച്ചത്. ഒരു പ്രാവശ്യം ഇടിച്ചാ രണ്ടാമത്തെ പ്രാവശ്യം അവര് കൊറേ ദിവസം ഇങ്ങനെ തന്നെ ഇതേ പരിപാടി. ഹലോ പറഞ്ഞോ. അമ്മ എവിടെ കിടന്നേ? ഈ കഴിയുള്ളതുകൊണ്ടാണ് കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞത്. കടന്നിങ്ങട് കൊടുക്കാനാ?
എനിക്ക് ബാത്റൂമിലെങ്കിലും കുറച്ച് സമാധാനം തരണം. പ്ലീസ് ഇങ്ങോട്ട് വരരുത്. നിങ്ങളെല്ലാരും എവിടെയാണ്? എടാ എന്താ സിറ്റുവേഷൻ വല്ലതും ആയോ? എന്ത് ഇന്നിപ്പോ എടുക്കാൻ സമയമില്ലല്ലോ. ഇനിയിപ്പോ സമയമുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് മിസ്റ്റർ എക്സ് ഇല്ല ബ്രോ. മിസ്റ്റർ എക്സ് ഇല്ല. ഒരു 2-3 ദിവസം മുമ്പുണ്ടല്ലോ ഇവൻ ബെല്ലാരി കളിച്ച കഥയൊക്കെ അവന്റെ അടുത്തൊന്ന് പറയാ. ആരാ? അത് കൊടുക്ക. ഇന്ന് 5 പേര് 2 പേരല്ലേ കാണുള്ളൂ അമ്മാര്. ഇന്നോട്ട് പോലെ സിഗ്മ ആയിരിക്കും. ചന്ദ്ര, ഇനി അലീനയുടെ കാര്യം ഞങ്ങളുടെ അടുത്ത് മിണ്ടരുത് നീ. മനസ്സിലായ? അത് തീർന്നു, അത് കഴിഞ്ഞു. മനസ്സിലായല്ല? ആ ചാപ്റ്റർ ക്ലോസ്ഡ്. കേട്ടല്ലോ? ഇനി നിന്റെ കല്യാണം വളയാക്കി ഇട്ടിരിക്കണേ. ഗ്രൗണ്ട് സിൽക്കിന്റെ ഷർട്ടും മുണ്ടും കളവാണം എടുത്ത് വന്നിരിക്കണ്. ചന്ദ്രു, സാബ്ഗുരു നിങ്ങൾ എന്തായിരുന്നു പരിപാടി? അകത്തെന്തായിരുന്നു പരിപാടി? എന്ത് പറയാ? സാബ്ഗുരു പറ. ചന്ദ്രനെ അമ്മിന്റെ ആവശ്യം 1000 CR വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വാസുവിനോട് ചോദിക്കാനാ പറഞ്ഞത്. ചന്ദ്രൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ തന്നെ വാങ്ങിക്കണം സാബ്ഗുരു. എന്റെ 5 പൈസ കള്ളം പറഞ്ഞ കണ്ണ് താഴെ കണ്ണു നോക്കിയേ. കണ്ണ് താണ്ടിട്ടാണല്ലോ ചന്ദ്ര. ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നേ? ആൾക്ക് നാട് മൊത്തം പറ്റിച്ച ജീവിക്കുന്നേ. നാട് മൊത്തം, നാട്ടുകാരെയും വീട്ടുകാരെയും. കണ്ണു പോലും ഇല്ലാതെ വന്നിട്ട് പറയാ കണ്ണില്ല. കള്ളം പറയാ കണ്ണ്. അണ്ണ മീനുകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ മീൻകുട്ടിയെ വിളിച്ചോളാം. എന്റെ കൊണ്ടയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. ഇനി ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോയി അബ്യൂസ് ചെയ്യാൻ മേടിച്ചു കൊടുക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞു. പിന്നെ കൊച്ചുകുട്ടിയല്ലേ, എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവാതെ പറഞ്ഞില്ല. പിന്നെ വേറെന്തോക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ദർശനയുടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മീനുകുട്ടി ഇരുന്നിട്ട്. എന്താണ് ആ കുട്ടിയോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്, ദർശനയായിട്ട് ഇപ്പൊ ഭയങ്കര ഇതിലാണെന്ന്, അങ്ങനെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതെ അതൊക്കെ എന്തൊക്കെയാണല്ലോ സംസാരിക്കാൻ. അല്ല എന്തൊക്കെ കാര്യങ്ങളല്ല എണ്ണ കൊച്ചിനോട് പറഞ്ഞു വരുത്തുന്നത്. സത്യം പറഞ്ഞു ഞാൻ അപ്പോളേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സത്യം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം വരണ്ട. ഇന്നത്തെ ഈ പെണ്ണ് കാണല് സെറ്റാക്കി തന്നിട്ടോ പെട്ടെന്നാട്ടെ. അത് സെറ്റാക്കല്ലോ. കുറച്ച് ദിവസം വേണ്ട. എല്ലാം കൂടെ പ്രശ്നം എടുക്കണ്ട. പ്രശ്നം വേണ്ട. രാവിലെ ഇരുന്ന് ചെയ്ത അത് കുഴപ്പമില്ല. അതാ പറഞ്ഞ പ്രശ്നമായിട്ട് ചെയ്യണ്ട. കുറച്ച് ദിവസം വരണ്ട. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവന്റെ വേളൊരു കണ്ണു വേണം കേട്ടാ. ഉറപ്പായിട്ടും. നിനക്ക് നേരെ നോക്കാൻ തന്നെ 2 കണ്ണുണ്ടോ നിനക്ക്? നിനക്ക് പെണ്ണുങ്ങളും ഇങ്ങനെ താല്പര്യമില്ല. നമ്മള് ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുവല്ലേ, പെണ്ണുങ്ങൾ ടൈം ഒന്നുമില്ല. ഞാനും ഗ്യാങ്ങിന് വേണ്ടിയാണല്ലോ നിക്കുന്നത്. എന്നിട്ട് എനിക്ക് പെണ്ണ് വേണമല്ലോ. പെട്ട് വേണമല്ലേ? പിന്നെ അവിടെ ലക്ഷ്മി കൊള്ളായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നോ? റൂമേഴ്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ലേ. ഇതൊരു നാണോ അവന്? അതെ, നാളെ മറ്റേ മിസ്റ്റർ എക്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല,
ബിസിനസിന്റെ കണക്കുകൾ കാണിക്കേണ്ട ദിവസം നാളെയാണ്, മനസ്സിലായോ? ഓക്കെ ഷുവർ, നമുക്ക് ഡീൽ ചെയ്യാൻ ജോക്കി. ഞാൻ ഇതിൽ നിന്ന് മെന്റലി ഞാനൊന്ന് റിക്കവർ ആവുന്ന എനിക്ക് ചെറിയൊരു ടൈം വേണം. നാളെ തന്നെ നമുക്ക് പോവാം. ജോക്കി ജോക്കി ഹലോ ജോക്കി. വിഷമത്തെ തള്ളിയതാ പറ. പാട്ടൊന്നും വെക്കാൻ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല ഫോണിൽ. ഒരു ഓപ്ഷനും ഇല്ല. കാര്യം പറയട്ടെ, നമ്മൾ ഇനി ഇത് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവളുടെ ഇതൊന്നും കാര്യമില്ല. നമുക്ക് ഇനി ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. ചന്ദ്ര എന്തി പയ്യന് വിഷമമായോടാ? അവൻ എന്ത് വിഷമവൻ? അവൻ കള്ളൻ. കള്ളൻ വിഷമായതല്ലേ എനിക്കല്ലേ ജോക്കി? എനിക്ക് എന്തൊക്കെയാ പോയതെന്ന്. എനിക്കൊരു ഡാഡി പോയി. എന്റെ അഭിമാനം പോയി. ഡാഡിയെ കിട്ടുമായിരുന്നെങ്കിൽ, നിനക്കൊരു ഡാഡി അത്ര താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്നിരണം. നാണം കേട്ടിട്ടായാലും അത് ഞാൻ നടത്തി തന്നെ. ഇല്ല നോക്കി, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോണ്ടതൊക്കെ പോയി. നമ്മുടെ അഭിമാനവും ഡാഡിയും. അല്ല, അവന്റെ ചെറുക്കൻ ഓക്കെ അല്ലേ? അവൻ ഓക്കെ അല്ലേ? അത് മതി. ഞാൻ പോവാണ്. നാളെ മറ്റേ മറക്കല്ലേ മിസ്റ്റർ എക്സ് മീറ്റിംഗ് ഉണ്ട്. ഗോകു ബൈ. മെസ് ബോയ്. ജോക്കി ഒന്ന് ചാടിയിട്ട് പോവോ? ചാടിയിട്ട് ഒന്ന് ചാടിയാലല്ല ജോക്കി. തന്നെയാ പോണ ജോക്കി. ചാടണോ ജോക്കി? അങ്ങനല്ല, അതായത് നോക്കി, ഇത് കണ്ട, ഇത് നോക്കി. ഓരോരോരോ കഴയന്മാരുടെ കഴ കാണണേ. എന്നിട്ട് കുറച്ച് വ്യായാമത്തിൽ ഫോക്കസ് ചെയ്യണം. ശരി. ഹലോ ജാക്കി. ഹലോ ഹലോ നാളെ സംസാരിച്ചാൽ മതിയാ? ഹലോ ആരാ? സജിയാണോ? ബിസി ആണോ? അല്ല പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ ബ്രോ, നാളെ കാണാം. ഇന്ന് ഞങ്ങൾ കുറച്ച് മൂടൗട്ടാ. നാളെ കാണാം. ആയിക്കോട്ടെ. നാളെ വരുമ്പോ വിളിച്ചാൽ മതി. ഞാനൊരു 10 കാലാവുമ്പോ എത്തും. ആയിക്കോട്ടെ. കാണാം. ഓക്കെ സാർ. ഇവനെന്ത് ഇവളുടെ വീട്ടിൽ നിന്ന് നാണം കേട്ട് ഇറങ്ങി വന്നിട്ട് അവളെ പന്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ? സംസാരിക്കുന്നേ പിന്നെ ജാക്കി വെക്കുന്നവരും പറഞ്ഞു. ശരി, ഒരു നാണം ഉണ്ടോ നോക്ക്. അലവലാതിക്ക്. ശരി ഡാഡി. എന്താണ് ഡാഡി പോവാന്ന് പറഞ്ഞത് വിളിച്ച? ഡാഡി പോവാന്ന്. ഡാഡി തിരിച്ചു പോവാന്ന്. കല്യാണം ഇല്ലാത്ത. എടാ നാണം ഉണ്ടോടാ ഉളുപ്പില്ലാത്തവനെ? നിന്റെ അവിടെ പോയി നമ്മള് നാണം കെട്ടിടുതാണ്ട ഇവനും എനിക്കും ഒരു ഇതാണ്ട ഫോൺ പോണം. ഹലോ അതെ, ആരാണ്? ഓർമ്മയുണ്ടോ? അയ്യോ ഇല്ല. അവര് പഴയ സുഹൃത്താണ്. എന്റെ അമ്മോ, എപ്പ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളു. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട അണ്ണാ. എവിടെ ഉണ്ട്? ഞാൻ ഒരു നീലക്കുയിലിന്റെ കൂടെ ഉണ്ട്. നീലക്കുയില? കുട്ടിയുടെ പേരെന്തായിരുന്നു? സോറി, നിരുപമ. ഇന്ന് ജോക്കി ഉണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇന്ന് തന്നെ ഒരു പെൺപിള്ളേരുടെ ഒരു ചെറിയ സീൻ പറഞ്ഞ് ഇവിടെ മുട്ട അടിയായിട്ടിരിക്കുക. ഇന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടം പ്രശ്നമാണ്. നാളെ എണ്ണം വരുമ്പോ വിളിച്ചാൽ. ഇതാണോ നമ്പർ? ഇതാണ് നമ്പർ. ഓക്കെ റബേക്ക, സെറ്റ്. എന്റെ അമ്മോ, എന്താടാ ഫോണൊക്കെ വിളിച്ച് നടക്കുന്നേ? എന്നെ ഒരു പഴയ കൂട്ടുകാരി വിളിച്ചതാ. കൂട്ടുകാരി?
വർഷങ്ങൾക്ക് മുമ്പ് പോയതാ ഇപ്പഴാ വരുന്നേ. ആര് ആര് റബേക്ക മോർണിംഗ് സ്റ്റാർ. നിനക്കൊന്നും അറിയാൻ വഴിയില്ല. ജോക്കി എന്താ പോയോ? പോയെന്ന് തോന്നുന്നു. അറങ്ങി നിക്കാടാ, അറങ്ങി നിക്ക്. അലമ്പുണ്ടാക്കല്ലേ ഇങ്ങളെ. സെല്യൂട്ട് ചെയ്ത് നിന്നാ മതി കേട്ടാ. മുച്ചിരി അണ്ണ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ കമാൻഡ് പോലെ പറഞ്ഞു. ഹലോ അണ്ണാ. അണ്ണാ ഹലോ അണ്ണാ ഒരു കാര്യം ഉണ്ടോ? എന്ത് അണ്ണാ ഇതിലില്ലേ 9000 ആർമർ 7000 ഹെൽത്തും ഉണ്ട്. ഞാൻ മറ്റേ പയ്യന്റെ മേടിച്ച. പക്ഷെ ഇത് മൊത്തം വെച്ച് ഇവന്മാര് തിന്നു അണ്ണാ, ഉറപ്പാണ്ണ. എത്ര നീ വെക്കേണ്ട സാധനം മേളോട് എടുത്തുണ്ടോ? ഞാൻ മേളിൽ എന്റെ റൂമിലുണ്ടാവും. അയ്യോ എടേ, പഴയ ഓജീസ് എല്ലാം കംബാക്ക് ആണ് കേട്ടോ. വാർപ്പിക്ക് ജോക്കി ജോക്കി എന്തു പറ്റി? ഇത് ഹലോ 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 ചേട്ടാ, ചേട്ടാ കോച്ചുണ്ടോ ചേട്ടാ? സോറി ചേട്ടാ, കില്ലുവയുണ്ടോ? കില്ലുവ ഇല്ല. ഷോ ജോക്കി കില്ലുവ തിരക്കി ഏതോ പെങ്കൊച്ചു വിളിക്കുന്നു. ജോക്കി സ്പീക്കറിലിട്. ഹലോ ഹലോ പറ ചേട്ടാ, കില്ലുവയുണ്ടോ? കില്ലുവ ചത്തുപോയി. ചത്തുപോയെന്നോ? എന്നെ കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു ചേട്ടാ. എനിക്ക് അയ്യോ ശരി ചേട്ടാ, താങ്ക് യു. ശരി ശരി ശരി. ഇതിനൊന്നും അധികം സമയം കളയരുത്. വിളിച്ച ഉടനെ ഇങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ പറഞ്ഞാൽ മതി. മനസ്സിലായി? നിനക്ക് ഇത്ര നാളായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ല. എന്തെന്നെ വിളിച്ചത് പറ. ഡെയിലി ലവ് ലെറ്റർ കൊടുക്കും കോച്ചിന്. പറ 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 വാസു പറ പറ. അല്ല, ഞാൻ ജോക്കി ഇതായിട്ടിരിക്കുന്ന പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ഈ പെങ്കൊച്ചുങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഡാർക്ക് കിട്ടിയോണ്ട് നമുക്ക് ഒരു പെമ്പിള്ളാരോട് ഒന്നും സംസാരിക്കാൻ പോലും, സൗമ്യമായി സംസാരിക്കാൻ പോലും തോന്നുന്നില്ല. ഇപ്പൊ എന്താ ഈ പരസ്പര ബന്ധമില്ലാതെ ആരോ ഏലിയൻസ് സംസാരിക്കുന്ന ഭാഷ സംസാരിച്ച് താഴോട്ട് മേലോട്ട് നടക്കുന്നത്? അത് ഇവന്റെ ഗ്യാങ് ഉണ്ടാ, ഇവന് പുതിയ ഗ്യാങ് ഉണ്ടായി, മുച്ചിരി ഗ്യാങ്. മനസ്സിലാവുന്ന പോലും എന്തൊക്കെ. നിനക്ക് ഇത്രയും നേരം നീ ഭയങ്കര സങ്കടം പറഞ്ഞ ഇപ്പൊ സന്തോഷം എന്തോ നിനക്ക്? എനിക്ക് അങ്ങോട്ട് വിട്ടും പോകുന്നില്ലടി. എനിക്ക് വിഷമം മാറാതെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക ജോക്കി. സത്യം. എന്താണ് ഇട്ട വളിയെ ആന പിടിച്ചാ കിട്ടോ? എന്റെ മന്ദാരം എന്തൊക്കെ ഇതാണ് മന്ദാരം. ഇത് എന്തൊക്കെയായിട്ടാണ് ഈ സാമ്യപ്പെടുത്തുന്നത്? വിട്ട വളിയോ വിട്ട വളിയോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? വിട്ട വളിയോ? അതല്ലൊരു എക്സാമ്പിൾ അല്ലേ? എന്തിനാ ജോക്കി പറയണേ? അല്ല, ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? വിട്ട വളി പോലും. അത് ഒരിക്കലും തിരിച്ചു തരാത്തൊരു സംഭവല്ല. അതല്ലേ പറഞ്ഞത്. അത് ഇതിനായിട്ട് ഉപമിച്ചല്ലേ ഞാൻ. അല്ല, എനിക്കൊന്നും പറയല്ലടാ. ഇതിനകത്തൊന്നും പറയാനില്ല. എന്ത് പറയാൻ ഇതിനകത്തൊക്കെ? ഒന്നാമത് മനുഷ്യ മുമ്പ് തെറ്റിയിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നിട്ട് അണ്ണ ഒന്നും വിടണ്ണ, വിട്ട വളി പോയ പോലെ അല്ലടാ, തിരിച്ചു കിട്ടത്തില്ല. എന്തരടാ ഇതൊക്കെ? അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്റെ ഗുഡ് എക്സാമ്പിൾ. പിന്നെ ഭയങ്കര എക്സാമ്പിൾ ആയി പോയി. എന്തായാലും ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി എണ്ണിക്കട്ടെ ജോക്കി. ഞാനും പോകാം ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. അവന്റെ വിട്ട വളിയും വിട്ട ഏമ്പൊക്കെ ഓരോരുത്തരെ ഗ്യാങ്ങി പിടിച്ചു വെക്കും. ഒരു സമയമില്ല. ഗുഡ് നൈറ്റ് ജോക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ നീ വിഷമിക്കണ്ട, നേരെ കിടന്ന് ഉറങ്ങും. ടാബ്ലറ്റ്സ് എല്ലാം ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. എടാ, അത് ഡാഡി കിരണാടാ. ഡാഡിയായിട്ട് വന്നത് അലീനയുടെ ഹസ്ബൻഡാ. അലീനയുടെ റിയൽ ലൈഫ് ഹസ്ബൻഡ് ആണ്
ഡാഡി ആയിട്ട് ക്യാരക്ടറായിട്ട് വന്നത്. കോമഡി അറിയോ? നിങ്ങൾ എങ്ങോട്ട് താനോസിന്റെ കല്ല് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തങ്കക്കെട്ടിയല്ലേ. എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു അറിയോ? എവിടുന്നൊക്കെ ഒരു ലോഡ് കണ്ടന്റിനുള്ള ക്ലിപ്പ് ഉണ്ടാകും ഈ ആർമിക്കകത്ത്.